നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. അങ്ങനെ ബ്രസീലിയൻ ദേശീയ ടീമിൻ്റെ കോച്ചായിട്ട് കാർലോ ആഞ്ചലോട്ടി നാളെ സ്ഥാനം ഏറ്റെടുക്കുകയാണ്. മാഡ്രിഡിൽ അദ്ദേഹത്തിൻ്റെ അസൈൻമെൻറ്റ് കഴിഞ്ഞു. ഇന്നലെ ഫെയർവെല്ലും കിട്ടി. നേരെ ബ്രസീലിലേക്ക് പറക്കുന്നു. നാളെ റിയോ ഡി ജനീറോയിൽ ബ്രസീലിൻ്റെ ജൂൺ മാസത്തെ ഇൻ്റർനാഷണൽ മത്സരങ്ങൾക്കുള്ള സ്ക്വാഡ് അദ്ദേഹം പ്രഖ്യാപിക്കും. 23 അംഗ സ്ക്വാഡ് പ്രഖ്യാപിക്കുമ്പോൾ അതിൽ നെയ്മർ ജൂനിയർ ഉണ്ടാകുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. നെയ്മർ പ്രാഥമിക ലിസ്റ്റിലുണ്ട്. പരിക്കിൽ നിന്ന് മുക്തനായിട്ട് അദ്ദേഹം കളി പുനരാരംഭിക്കുന്നതിന് മുമ്പാണ് പ്രാഥമിക ലിസ്റ്റ് ഇടുന്നത്. എന്നിട്ടും കാർലോ ആഞ്ചലോട്ടി അദ്ദേഹത്തെ പ്രാഥമിക ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോഴിതാ കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നു. നാളെ പ്രഖ്യാപിക്കുന്ന ബ്രസീലിൻ്റെ 23 അംഗ സ്ക്വാഡിൽ നെയ്മർ ജൂനിയർ ഉണ്ടാകും. ഇത് ബ്രസീലിയൻ മാധ്യമം എസ്റ്റാഡോ എസ്പോർട്ടെ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യമാണ്. അതിലവർ പറയുന്നത് നെയ്മർ ജൂനിയറുടെ CRBക്കെതിരെയുള്ള തിരിച്ചുവരവ്, ആ മത്സരത്തിലാണല്ലോ അദ്ദേഹം കുറേ കാലത്തിന് ശേഷം പിന്നെ കളിച്ചത്, അത് തീർച്ചയായിട്ടും പരിഗണിക്കുന്നു. അദ്ദേഹം ഫിറ്റാണ് എന്നുള്ളത് വ്യക്തമാകുന്നു. അതുകൊണ്ട് തന്നെ നാളെ ബ്രസീൽ സ്ക്വാഡ് പ്രഖ്യാപിക്കുമ്പോൾ കാർലോ ആഞ്ചലോട്ടി നെയ്മർ ജൂനിയറെ അതിൽ ഉൾപ്പെടുത്തും. ഇതാണ് അവരുടെ റിപ്പോർട്ടിലുള്ളത്. ഇറ്റാലിയൻ കോച്ചിൻ്റെ പ്ലാൻ എന്ന് പറയുന്നത് നെയ്മർ ജൂനിയറെ പ്രധാന താരമാക്കുക, അതായത് പ്രൊട്ടഗണിസ്റ്റായിട്ട് നെയ്മർ ഉണ്ടാകും. അദ്ദേഹത്തിൻ്റെ ചുറ്റും ആഞ്ചലോട്ടിയുടെ ട്രസ്റ്റഡ് പ്ലെയേഴ്സിനെ അണിനിരത്തും. അങ്ങനെ ഒരു മികച്ച ടീമിനെ ഡെവലപ്പ് ചെയ്തെടുക്കാനുള്ള പരിപാടിയിലാണ് ഇപ്പോൾ കോച്ച് ഉള്ളത് എന്നുകൂടി അവർ റിപ്പോർട്ട് ചെയ്യുന്നു. ഏതായാലും നാളെ ആ സ്ക്വാഡ് പ്രഖ്യാപിക്കുമ്പോൾ നെയ്മർ ഉണ്ടാകുമെന്ന് തന്നെയാണ് പൊതുവെ എല്ലാവരും കരുതുന്നത്. അങ്ങനെയെങ്കിൽ നീണ്ട കാലത്തിന് ശേഷമുള്ള മടങ്ങി വരവായിരിക്കും. 2023 സെപ്റ്റംബറിന് ശേഷം പിന്നീട് നെയ്മർ ബ്രസീലിന് വേണ്ടി കളിച്ചിട്ടില്ല എന്ന കാര്യം ഓർക്കുക. ഇപ്പോൾ ഈ മാർച്ച് മാസത്തിലെ സ്ക്വാഡിലേക്ക് അദ്ദേഹത്തെ വിളിച്ചിരുന്നു ഡൊറിവാൾ ജൂനിയർ. പക്ഷേ അവസാന ഘട്ടത്തിൽ പരിക്കേറ്റ് അദ്ദേഹത്തിന് സ്ക്വാഡിനോടൊപ്പം ജോയിൻ ചെയ്യാൻ പറ്റിയില്ല. ഇപ്പോഴിതാ വീണ്ടും ഒരു തിരിച്ചുവരവിൻ്റെ വക്കിൽ. നെയ്മറെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ സുപ്രധാനമായിട്ടുള്ളൊരു കാൽവെപ്പാണ്. തിരിച്ചുവരവിൽ അദ്ദേഹം ഏറെ കൊതിക്കുന്നത് ബ്രസീലിനോടൊപ്പം അടുത്ത വേൾഡ് കപ്പ് കളിച്ച് കിരീടം ചൂടണം എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ കാർലോ ആഞ്ചലോട്ടിയുടെ ഈ ഡെബ്യൂ മത്സരങ്ങളിൽ അദ്ദേഹത്തിന് കളിക്കാൻ പറ്റുകയും അങ്ങനെ പുതിയൊരു സൈക്കിളിന് ഇവിടെ തുടക്കമിടുകയും ചെയ്യുക എന്നുള്ളത് സുപ്രധാനമായിട്ടുള്ള കാര്യമാണ്. ബ്രസീലിന് 2 മത്സരങ്ങൾ. ഇക്വഡോറിനെതിരെ ബ്രസീൽ കളിക്കുന്നത് ജൂൺ 6 പുലർച്ചെ 4:30. പിന്നെ ജൂൺ 11 പുലർച്ചെ പരാഗ്വേക്കെതിരെ ബ്രസീൽ സ്വന്തം മണ്ണിലും കളിക്കുന്നുണ്ട്. ഈ മത്സരങ്ങൾക്കുള്ള സ്ക്വാഡാണ് നാളെ ആഞ്ചലോട്ടി പ്രഖ്യാപിക്കാൻ പോകുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.